അസ്സലാമു അലൈക്കും. എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സുഖം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് കേട്ടു നോക്കി, എന്നിട്ട് എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് ഞാനല്ല, എങ്ങനെയാന്ന് നമ്മക്കല്ല പറയേണ്ടത്, നിങ്ങളാ പറയേണ്ടത് എന്താണ്. ഇന്ന് ഒരുപാട് ചർച്ചകളാണ്. അതായത് രേണു സുധി പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഒരുപാട് കത്തിക്കയറുകയാണ്. അപ്പോൾ രേണു സുധി പറയുന്നത് ഇത് തന്നെ, അതായത് മാറിടം ഒന്ന് റിമൂവ് ചെയ്യണം, അല്ലാതെ ഒരു രക്ഷയുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വേദനാജനകമായ അപകടകര ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് രേണു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ അതെടുത്തിട്ട് അലക്കുന്നത്. കാരണം എനിക്ക് മറ്റുള്ളവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പറയണതാണ് രേണു. കാരണം നമ്മളെ രോഗവും നമ്മളെ സാഹചര്യവും നമുക്ക് എണിച്ചിരിക്കാൻ വയ്യ. കീമോ എന്ന് പറയുന്ന സാധനമൊക്കെ നീ പറയാതെ തന്നെ ഞങ്ങൾ കൺമുൻപിൽ അനുഭവിച്ച സംഭവങ്ങളാണത്. അപ്പോൾ നമ്മളത് നന്നായിട്ട് അറിയുകയും ചെയ്യാം എങ്ങനെയായിരിക്കും എന്തായിരിക്കുന്നു. പക്ഷേ ഇത്തരം വാക്കുകളൊന്നും പറയാനുള്ള മനക്കരുത്ത് ഉണ്ടായിരുന്നില്ല നമ്മളെ കുടുംബത്തിലുള്ളവർക്ക്. കാരണം എന്താ വെച്ചെങ്കിൽ അവർ ചിന്തിച്ചിരുന്നത് മരണം അടുത്തെത്തി, അതുകൊണ്ട് തന്നെ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എത്രയും ദൈവത്തിലോട്ട് അടുക്കാൻ വേണ്ടിയാണ് അവർ ചിന്തിക്കുക. പക്ഷേ രേണു അതല്ല. രേണു നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ചെങ്കിൽ ആവശ്യമില്ലാതെ ഒരു പേരെടുത്തിടുക, എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവർ, ഇപ്പം നമ്മൾ രണ്ട് കുടുംബങ്ങളുണ്ടെന്ന് വിചാരിച്ചോ. ആ കുടുംബത്തിൽ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മളൊരാളോട് പിണങ്ങി വഴക്ക് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരാൾ അപ്പുറത്തെ നമ്മളെ ബന്ധു വീട്ടിൽ വരാൻ പാടില്ല എന്നെങ്ങനെ നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അത് അവരുടെ ഇഷ്ടമല്ലേ. പോകുന്ന ആളുടെയും സ്വീകരിക്കുന്ന ആളുടെയും ഇഷ്ടം. നമുക്ക് പറ്റില്ല, നമ്മൾ മിണ്ടാതെ ഒതുങ്ങിയാക്കണം. അതിനെ നമ്മൾ വലിച്ചു കീറല്ല വേണ്ടത്. ഇപ്പോൾ ഈ ഒരു ബന്ധം, ആ ബന്ധം അതുകൊണ്ട് അങ്ങോട്ട് വഷളായി കിട്ടിയില്ലേ? അതല്ലേ ഉണ്ടായത്. ഒരു അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു മോൻ. നീ എത്ര തന്നെ നീ നോക്കി സംരക്ഷിച്ചാലും അതങ്ങനെയാണ്. കാരണം അത് നിനക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ, അവനും അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. പക്ഷെ അവൻ അത്രയൊന്നും നീ പറയുന്ന മാതിരില്ല കടുപ്പമുള്ള ഒരു വാക്കൊന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടില്ല. അവൻ്റെ വീഡിയോസുകളൊക്കെ കാണുന്നതാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. നീ പറയുന്ന മാതിരി ഒരു വാക്കും പ്രവൃത്തിയായിട്ട് അവൻ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ വന്നിട്ടില്ല. ആരോട് ചോദിച്ചാലും മര്യാദക്ക്. പക്ഷെ ഇനി എന്താവെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു പക്ഷേ പറഞ്ഞേക്കാം. കാരണം നീ ഒരുപാട് കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞേക്കാം. അവൻ നീ വിചാരിക്കണ മാതിരി നിൻ്റെ അടുത്ത് എത്തിപ്പെട്ട മാതിരി 11 വയസ്സുള്ള കുട്ടിയല്ല ഇപ്പോൾ. അവനൊരു യുവാവായി. അത് ചിന്തിക്കുക. നിന്നെക്കൊണ്ട് കഴിയാത്ത പലതും ഇന്ന് അവന് ചെയ്യാൻ സാധിക്കും. അവന് ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് നിന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ പലതും അവനെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. കാരണം അവൻ ഇപ്പോൾ നല്ലൊരു ആരോഗ്യമുള്ള ഒരു യുവാവാണ്. നീയാണെങ്കിൽ രോഗിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ എത്ര തന്നെ നമ്മൾ എന്തെല്ലാം റിമൂവ് ചെയ്ത് പോയാലും എത്രയോ പേര് അതിൽ അപകടത്തിൽ മരിച്ചു പോയവരുണ്ട്, ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ടവരുണ്ട്. നീ ഇന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും പ്രാക്കുകൾ വാങ്ങി പറ്റാനല്ല നീ നിൽക്കേണ്ടത്. നീ പ്രാർത്ഥിക്കുക. എന്താണെങ്കിലും നിന്നെപ്പോലെയുള്ള പ്രായം ആ കുഞ്ഞിനില്ലല്ലോ. നിനക്ക് 10-35 വയസ്സ് കഴിഞ്ഞെന്ന് പറയണു. നിൻ്റെ അത്രയുള്ള ബുദ്ധിയും പക്വതയൊന്നും അതിനെത്തിയിട്ടുണ്ടാവില്ല. അത് ചെറിയ കുട്ടിയല്ലേ. എന്തെങ്കിലും തെറ്റായി പറയുകയോ പ്രവർത്തിക്കുകയോ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കേണ്ട ആൾ, സോഷ്യൽ മീഡിയയിൽ വരാതെ തിരുത്തി കൊടുക്കേണ്ട ആളല്ലേ നീ. അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പലതും ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ള മനുഷ്യന്മാർ തമ്പേനിട്ടേന് നീ പറയുന്നുണ്ടായിരുന്നു. കാരണം കിച്ചു രേണു ഗർഭിണിയാക്കിയോ എന്ന് ചോദ്യം, അത് നിൻ്റെ സംസാരത്തിൽ വന്നതാണ്. പലതും ഞാൻ മറച്ചു വെച്ചു, പലതും ഇന്നും ഞാൻ മറച്ചു വെച്ചിട്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് തന്നെ മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ ഇതെല്ലാം നിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്നാണ് മറ്റുള്ളവർ എടുക്കുന്നത് എന്നുള്ളത് നീ ചിന്തിക്കുക.
നീ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സംസാരം നീ സംസാരിക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കില്ല. ഇത് പലതും ഞാൻ മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമാകുമ്പോൾ പലതും മറച്ചു വയ്ക്കേണ്ടി വരും. പുറത്ത് പറയേണ്ടത് പറയേണ്ടിയും വരും, പറയേണ്ട സമയങ്ങൾ പറയേണ്ടിയും വരും. പക്ഷെ നിൻ്റെ സമയം ശരിയല്ല, അതാണ് പ്രശ്നം. നിൻ്റെ സമയം തീരെ ശരിയല്ല. അപ്പോൾ നീ അതാലോചിക്കണ്ടേ? ഇനി പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ പിണങ്ങി എന്നാലും അതൊരാൺകുട്ടിയാണ്, അത് നിൻ്റെ കൂടെ ജീവിച്ച് വന്നിരുന്ന കുട്ടിയാണ്. ആ കുട്ടി അങ്ങനെ എന്തെങ്കിലും ആ കുട്ടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊണ്ടുവരേണ്ട ആളായിരുന്നു നീ. അത് മനസ്സിൽ വെച്ചിട്ട് പുറത്ത് വന്ന് പലതും മൂടി വെച്ചു എന്ന് പറഞ്ഞ് ബബ്ലിക്കാക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഏതായാലും ഇതിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം പറഞ്ഞു പോകും. നിൻ്റെ വാക്കുകൾ കേട്ട അത്രയും അസുഖമായി വയ്യാതെ കീമോ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന നീ അത്രയ്ക്കും രൂക്ഷമായിട്ടാണ് പ്രതികരിക്കുന്നത്. മറ്റുള്ളവർ പ്രതികരിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിൻ്റെ ഈ പ്രതികരണം കേൾക്കുമ്പോൾ നിന്നേക്കാൾ 10 ഇരട്ടി അവർ പ്രതികരിക്കും. അത് ചെയ്യും. അതിൻ്റെ കാരണം ഫസ്റ്റ് എന്താണെന്നറിയോ? ഒന്നാമത്തെ കാരണം ആ കുട്ടിക്ക് ഒരു അച്ഛനും അമ്മയും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കൂടുതൽ കാരണം. അപ്പോൾ അത് നീ എന്തെല്ലാം പറഞ്ഞാലും അവന് സപ്പോർട്ടുകൾ കൂടിക്കൊണ്ടേയിരിക്കും. അത് നീ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ശരി, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസ് കാണാം. രേണു വന്ന് എന്നെ തല്ലിക്കൊന്നില്ലെങ്കിൽ. ശരി.